നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ ഉപരോധ സമരം ആരംഭിച്ചു. കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെ രാത്രി 7 മണിയോടെ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമര ഗേറ്റിലേക്ക് ബിജെപി നേതാക്കളും പ്രവർത്തകരും എത്തിയത്. MG റോഡിന് മുന്നിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധം തുടങ്ങി. വിവിധ ജില്ലകളിൽ നിന്ന് 1000-ഓളം പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുക്കാനെത്തുകയായിരുന്നു. ശക്തമായ മഴയിലും സർക്കാരിനെതിരെയുള്ള താക്കീതായി സമരം മാറുകയായിരുന്നു. അയ്യപ്പ നാമജപങ്ങളും സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളും മുഴക്കി പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി. മഴ ശക്തമായെങ്കിലും സമരം തുടർന്നു. രാജീവ് ചന്ദ്രശേഖരം റോഡിൽ കുത്തിയിരുന്നതോടുകൂടി പ്രവർത്തകർക്ക് ആവേശമായി. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ PK കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, അഡ്വക്കേറ്റ് S സുരേഷ്, ശോഭ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, ഉപാധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, C കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് മനു പ്രസാദ്, നേതാക്കളായ പത്മിനി തോമസ്, VT രമ, VV രാജേഷ്, കരമന ജയൻ, മുക്കം പാലമൂട് ബിജു, PK രജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാപ്പകൽ സമരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് രാവിലെ 10-നാണ് രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കുന്നത്. എന്തായാലും ആവേശഭരിതം തന്നെയാണ്. കാരണം കോരിച്ചൊഴിയുന്ന മഴ തന്നെയാണ് ഈ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ മഴ അതിശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ ഒട്ടും തന്നെ ആ വീര്യം കളയുന്നില്ല. വീര്യം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം. ശബരിമല ഒരു നിസ്സാര ചെറിയൊരു അമ്പലമൊന്നുമല്ല. എത്ര കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യ മൊത്തം അവിടുന്ന് വരുന്ന ഒരു അമ്പലമല്ലേ. അതിന്ന് 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാണ്. ഒരു അഴിമതി എന്തെങ്കിലും നടന്നാൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ആര് പറഞ്ഞു? പണ്ട് കാലത്ത് ഒരു പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ് പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രി ആവുമ്പോൾ ഉളുപ്പുമില്ല, പ്രതിബദ്ധതയുമില്ല, ഉത്തരവാദിത്വമില്ല.